ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2002 ഗുജറാത്ത് കലാപം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു അധ്യായം. 2002 ഗുജറാത്ത് കലാപം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും വിവാദപരവുമായ സംഭവങ്ങളിലൊന്നായി തുടരുന്നു. എമ്പുരാൻ സിനിമയെ റീസെൻസർ ചെയ്യുമ്പോൾ ഇത് കേരള സ്റ്റോറിക്ക് അതേ നടപടി വേണ്ടി വന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. ഈ വിഷയത്തിൽ പല വശങ്ങളിലായി വിമർശനങ്ങൾ നിലനിൽക്കുന്നു. ചിലർ എമ്പുരാൻ അതിൽ കലാപത്തെ യാഥാർത്ഥ്യമായി ചിത്രീകരിച്ചതല്ലെന്നും അവകാശപ്പെടുന്നുണ്ട്. മറുവശത്ത് ദ കേരള സ്റ്റോറി അതിലെ കണക്കുകൾ വളച്ചൊടിച്ചതാണെന്നും വിമർശനമുണ്ട്. ഈ രണ്ട് സിനിമകളിലെയും രാഷ്ട്രീയ സാമൂഹിക ആശയവിനിമയം വലിയ ചർച്ചകളിലേക്ക് നയിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് ഉത്തരവാദികൾ? അത് ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തി? ഇന്ന് ഗുജറാത്ത് കലാപത്തിൻ്റെ പൂർണ്ണകഥ നമ്മൾ കണ്ടെത്തുന്നു. തുടർന്ന് കേരള സ്റ്റോറിയും. 2002 ഫെബ്രുവരി 27 ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് കത്തിച്ചതോടെയാണ് ആക്രമണം ആരംഭിച്ചത്. രാമജന്മഭൂമി സ്ഥലം സന്ദർശിച്ച ശേഷം അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഹിന്ദു തീർത്ഥാടകർ, കർസേവകർ ആയിരുന്നു ട്രെയിനിലുണ്ടായിരുന്നത്. ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ചില യാത്രക്കാരും പ്രാദേശിക കച്ചവടക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. S6 കോച്ചിൽ തീപിടുത്തമുണ്ടായി. ഒരുപാട് യാത്രക്കാർ അതിനുള്ളിൽ കുടുങ്ങി. തീജ്വാലകൾ അതിവേഗം പടർന്നു. സഹായം എത്തുമ്പോഴേക്കും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 59 പേർ ജീവനോടെ കത്തി ചാരമായി. മുസ്ലിം ജനക്കൂട്ടം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് തീപിടുത്തമെന്ന് വാദങ്ങൾ ഉണർന്നു. ഈ അവകാശവാദം സംസ്ഥാനത്തുടനീളം പ്രതിഷേധത്തിന് കാരണമായി. വിശ്വ ഹിന്ദു പരിഷത്ത് VHP സംസ്ഥാന വ്യാപകമായി ബന്ദ് ആഹ്വാനം ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ഗുജറാത്ത് മാരകമായ കലാപത്തിലേക്ക് നീങ്ങി. ഗോദ്ര സംഭവത്തിന്റെ പിറ്റേന്ന് ഗുജറാത്തിലുടനീളം ജനക്കൂട്ടം തെരുവിലിറങ്ങി. മുസ്ലിങ്ങളുടെ വീടുകളും കടകളും ആരാധനാലയങ്ങളും ആക്രമിച്ചു. വാളുകളും പെട്രോൾ ബോംബുകളും ആയുധമാക്കി അവർ അഹമ്മദാബാദ്, വഡോദര, മെക്സാന തുടങ്ങിയ നഗരങ്ങളിലെ മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചു. തുടർന്ന് നടന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ വർഗീയ കലാപങ്ങളിൽ ഒന്നായിരുന്നു. 22 ഫെബ്രുവരി 28 അഹമ്മദാബാദിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ നരോദ പാട്യയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലൊന്ന്. ആയിരക്കണക്കിന് ആളുകൾ ഇരച്ചു കയറി വീടുകളിൽ തീയിടുകയും 90-ലധികം പേരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. സ്ത്രീകളെ ആക്രമിച്ചു. ഗർഭിണികളായ സ്ത്രീകളെ ക്രൂരമായി കൊന്നു. കുട്ടികളെ ജീവനോടെ ചുട്ടുകൊന്നു. ആക്രമണം തടയാൻ പോലീസ് ഒന്നും ചെയ്തില്ലെന്ന് അതിജീവിച്ചവർ പിന്നീട് അവകാശപ്പെട്ടു. 2002 ഫെബ്രുവരി 28 തന്നെ ഒരു കൂട്ടം മുസ്ലിം കുടുംബങ്ങൾ മുൻ കോൺഗ്രസ് MP എഹ്സാൻ ജാഫ്രിയുടെ ഗുൽബർഗ് സൊസൈറ്റിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അഭയം തേടി. ജനക്കൂട്ടം പുറത്ത് തടിച്ചുകൂടിയപ്പോൾ സുരക്ഷയ്ക്കായി യാചിച്ചുകൊണ്ട് ജാഫ്രി പോലീസിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും വിളിച്ചു. പക്ഷേ സഹായം ലഭിച്ചില്ല. ഒടുവിൽ ജനക്കൂട്ടം അതിക്രമിച്ച് കയറി ജാഫ്രി ഉൾപ്പെടെ 69 പേരെ കൊന്നു. അതിനുശേഷം 2002 മാർച്ച് 1 വഡോദരയിലെ പ്രശസ്തമായ മുസ്ലിം ഉടമസ്ഥതയിലുള്ള ഒരു ബേക്കറി ഒരു ജനക്കൂട്ടം ആക്രമിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 14 പേരെ ജീവനോടെ ചുട്ടുകൊന്നു. സാക്ഷിയായ സാഹിറ ഷെയ്ഖ് പലതവണ മൊഴിമാറ്റി. ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിന് കാരണമായതിനാൽ കേസ് പിന്നീട് കുപ്രസിദ്ധമായി. ലൈംഗിക അതിക്രമത്തിന്റെ ഭയാനകമായ വിവരണങ്ങൾ പിന്നീട് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി. മുസ്ലിം സ്ത്രീകളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചിരുന്നു. പലരെയും ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തി. ചിലരെ കൂട്ടബലാത്സംഗം ചെയ്തു. തെളിവുകൾ നശിപ്പിക്കാൻ അവരുടെ മൃതദേഹങ്ങൾ കത്തിച്ചു. ആക്രമണത്തിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നത് ഇതൊരു പ്രതികാരം മാത്രമല്ല, മറിച്ച് സംഘടിതമാണെന്നും കൊല ചെയ്തവർക്ക് വോട്ടർ പട്ടികയും വിലാസങ്ങളും ആക്സസ് ചെയ്യാനും കഴിഞ്ഞിരുന്നതായും സൂചിപ്പിക്കുന്നുണ്ട്. തുടക്കം മുതൽ ഗുജറാത്ത് സർക്കാരും അതിൻ്റെ നേതൃത്വവും കലാപം തുടരാൻ അനുവദിച്ചുവെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ വാദം സംസ്ഥാന സംവിധാനം മനഃപൂർവ്വം നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതായിരുന്നു. പല പ്രദേശങ്ങളിലും പോലീസ് പ്രതികരണം വൈകി. ചില കേസുകളിൽ സഹായം അഭ്യർത്ഥിച്ച ഇരകളെ പോലീസ് തിരിച്ചയച്ചു. സർക്കാർ നൽകിയ വോട്ടർ പട്ടികയിലേക്ക് കലാപകർക്ക് പ്രവേശനം ലഭിച്ചതായും ഇത് മുസ്ലിം വീടുകളെയും ബിസിനസ്സുകളെയും ലക്ഷ്യം വയ്ക്കാൻ അവരെ സഹായിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2002 ഫെബ്രുവരി 27 രാത്രി നരേന്ദ്രമോദി ഒരു യോഗം ചേർന്ന് ഉദ്യോഗസ്ഥരോട് ഹിന്ദുക്കൾക്ക് അവരുടെ കോപം പ്രകടിപ്പിക്കാൻ അനുവദിക്കുക എന്ന് നിർദ്ദേശിച്ചു എന്നതായിരുന്നു ഏറ്റവും വിവാദപരമായ ആരോപണങ്ങളിലൊന്ന്. എന്നിരുന്നാലും ഈ അവകാശവാദം ഒരിക്കലും നിയമപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. നിരപരാധികൾ കത്തിയെരിയുന്നത് നോക്കി നിൽക്കുന്ന ഒരു ആധുനിക നീറോ പോലെയാണ് ഗുജറാത്ത് സർക്കാർ പെരുമാറിയതെന്ന് സുപ്രീം കോടതി പിന്നീട് വിമർശിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ഒന്നിലധികം അന്വേഷണങ്ങൾ നടന്നെങ്കിലും നീതി മന്ദഗതിയിലും അപൂർണമായും തുടർന്നു.
പ്രധാന കേസുകൾ പുനരന്വേഷിക്കാൻ സുപ്രീം കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ SITയെ നിയോഗിച്ചു. 2012 നരേന്ദ്രമോദിക്കെതിരെ ആരോപണം മാത്രമാണെന്ന് കണ്ടെത്തിയതായി SIT റിപ്പോർട്ട് നൽകി. നിരവധി ശിക്ഷകൾ സംഭവിച്ചു. പക്ഷേ പല പ്രധാന വ്യക്തികളെയും പിന്നീട് കുറ്റവിമുക്തരാക്കി. നരോദ പാട്യ കൂട്ടക്കൊലയിൽ BJP മന്ത്രിയായിരുന്ന മായ കൊട്നാനി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയെങ്കിലും പിന്നീട് 2018 കുറ്റവിമുക്തയാക്കപ്പെട്ടു. ബജ്രംഗ് ദൾ നേതാവായ ബാബു ബജ്രംഗിയെ ഇതേ കൂട്ടക്കൊലയിൽ പങ്കുള്ളതിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജാഫ്രി മോദിക്കും അദ്ദേഹത്തിന്റെ സർക്കാരിനുമെതിരെ ദീർഘകാല നിയമയുദ്ധം നടത്തി. എന്നിരുന്നാലും കോടതികൾ SITയുടെ കണ്ടെത്തലുകൾ ശരിവച്ചു. മോദിക്കെതിരായ കേസ് അങ്ങനെ അവസാനിപ്പിച്ചു. പിന്നീട് നടന്നത് മോദിയുടെ അധികാരത്തിലേക്കുള്ള ഉയർച്ചയായിരുന്നു. വിവാദങ്ങൾക്കിടയിലും നരേന്ദ്രമോദി രാഷ്ട്രീയമായി ഉയർന്നു വന്നു. 2002, 2007, 2012 വർഷങ്ങളിലെ ഗുജറാത്ത് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം വിജയിച്ചു. 2014 ആയപ്പോഴേക്കും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ചരിത്രപരമായ ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന് അത് വഴിയൊരുക്കി. മനുഷ്യാവകാശ ആശങ്കകൾ കാരണം അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും മോദിക്ക് വർഷങ്ങളോളം വിസ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ വിലക്കുകൾ നീക്കി. ആഗോള നേതാക്കൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഗുജറാത്തിലെ കലാപം മതപരമായ ഭിന്നതകളെ കൂടുതൽ ആഴത്തിലാക്കി. ഇന്നും 2002 മുറിവുകൾ നിലനിൽക്കുന്നു. നീതി പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ലെന്ന് പലരും വിശ്വസിക്കുന്നു. ഇതേ കഥ ചിത്രീകരിച്ചിരിക്കുകയാണ് എമ്പുരാൻ സിനിമയുടെ തുടക്കത്തിൽ. 2025 വീണ്ടും ഗുജറാത്ത് കലാപം ചർച്ചയാക്കപ്പെടുന്നു. സിനിമയെ അനുകൂലിക്കുന്നവർ ഒരു വശത്ത്, സിനിമയെ വിമർശിക്കുന്നവർ മറുവശത്ത്. ഇപ്പോൾ സിനിമ റീസെൻസർ ചെയ്തിരിക്കുന്നു. കുറച്ചു ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യപ്പെടുകയും മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്തു. ഗുജറാത്ത് കലാപം വർഗീയ ആക്രമണത്തിൻ്റെ ഒരു പൊട്ടിത്തെറി മാത്രമായിരുന്നില്ല. അവ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ഭൂപ്രകൃതിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ചർച്ചകൾ തുടരുന്നു. സർക്കാർ ഇതിൽ പങ്കാളിയായിരുന്നോ? കലാപങ്ങൾ തടയാമായിരുന്നോ? അതോ ഇതെല്ലാം ആഴത്തിൽ വിഭജിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ദാരുണമായ അനന്തരഫലമായിരുന്നു? ഉത്തരങ്ങൾ ഇപ്പോഴും തർക്കത്തിലാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്. 2002 ഗുജറാത്ത് കലാപം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ടതും വേദനാജനകവുമായ ഒരു അധ്യായമായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കേരള സ്റ്റോറി ഇതുപോലെ ചർച്ചയായ ഒരു സിനിമയായിരുന്നു. ഇന്ന് എമ്പുരാൻ കട്ട് ചെയ്യപ്പെടുമ്പോൾ കേരള സ്റ്റോറിക്കില്ലാത്ത എന്ത് റീസെൻസറാണ് എമ്പുരാന് വേണ്ടതെന്ന് ചോദ്യങ്ങളും ഉയരുന്നു. ഇത് കേരള സ്റ്റോറി സിനിമ അത് ധാരാളം ചർച്ചകൾക്ക് തിരികൊളുത്തിയിരുന്നു. കേരളത്തിലെ ആയിരക്കണക്കിന് യുവതികളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതം മാറ്റുകയും പിന്നീട് ISISൽ ചേരാൻ അയക്കുകയും ചെയ്തുവെന്ന് ചിത്രം അവകാശപ്പെടുന്നു. ഏകദേശം 32,000 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി സിറിയയിലും യമനിലെയും മരുഭൂമികളിൽ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് പോലും അതിൽ പറയുന്നു. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? യഥാർത്ഥ കഥ എന്താണ്? ഈ ചോദ്യങ്ങൾ നിലനിൽക്കെ കഥയ്ക്ക് പ്രചോദനമായ യഥാർത്ഥ ജീവിത സംഭവത്തെക്കുറിച്ച് സിനിമയുടെ സംവിധായകൻ സുദീപ്തോ സെന്നിനോട് ചോദിച്ചു. അദ്ദേഹം കുറച്ച് ഉറവിടങ്ങൾ ചൂണ്ടിക്കാട്ടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയാണ് ഒന്നാമത്. 2010 കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സംസ്ഥാന നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തിയതായി സെൻ പറയുന്നു. നിങ്ങൾ ഓൺലൈനിൽ തിരയുകയാണെങ്കിൽ ഇത് പരാമർശിക്കുന്ന ഇന്ത്യ ടുഡേയുടെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2006 2012 ഇടയിൽ കേരളത്തിൽ ഏകദേശം 2500 സ്ത്രീകൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുവെന്ന് അതിൽ പറയുന്നു. എന്നാൽ അവ നിർബന്ധിത മതപരിവർത്തനങ്ങളാണെന്ന് ഉമ്മൻചാണ്ടി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വാസ്തവത്തിൽ നിർബന്ധിത മതപരിവർത്തനം തൻ്റെ സർക്കാർ അനുവദിക്കില്ലെന്നും മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ലവ് ജിഹാദിനെക്കുറിച്ചുള്ള തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ സ്ത്രീകൾ ISISൽ ചേരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു? ഒട്ടുമില്ല. രണ്ടാമത്തെ അവകാശവാദം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പ്രസ്താവനയാണ്. 20 വർഷത്തിനുള്ളിൽ കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറുമെന്ന് മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നതാണ്. എന്നാൽ ഈ പ്രസ്താവന എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഈ പ്രസംഗത്തിന്റെ വ്യാപകമായ ലഭ്യമായ ഏക വീഡിയോ ഇത് കേരള സ്റ്റോറി നിർമ്മിച്ച കമ്പനിയായ സൺഷൈൻ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്തു. സൂക്ഷ്മമായി പരിശോധിച്ചാൽ വീഡിയോയിലെ സബ് ടൈറ്റിലുകൾ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമാകും. അച്യുതാനന്ദൻ യഥാർത്ഥത്തിൽ പറഞ്ഞതും സബ് ടൈറ്റിലുകളിൽ കാണിച്ചിരുന്നതും ഒന്നല്ല. വാസ്തവത്തിൽ മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പണം നൽകി മറ്റ് മതങ്ങളിൽ നിന്ന് യുവാക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFI എന്ന സംഘടനയെ അദ്ദേഹം വിമർശിക്കുകയായിരുന്നു. പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഒരു യഥാർത്ഥ കേസ് 2016 2018 ഇടയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസൻ പ്രാവിശ്യയിൽ ചേരാൻ ഭർത്താക്കന്മാരോടൊപ്പം അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ കേരളത്തിൽ നിന്നുള്ള 4 സ്ത്രീകളുടെ കാര്യമാണ്.
അവരുടെ ഭർത്താക്കന്മാർ പിന്നീട് ആക്രമണത്തിൽ മരിച്ചു. ഈ സ്ത്രീകൾ ഇവരായിരുന്നു: നിമിഷ എന്ന ഫാത്തിമ ഇസ, സോണിയ സെബാസ്റ്റ്യൻ എന്ന ആയിഷ, മെറിൻ ജേക്കബ് എന്ന മറിയം റഫിയാല. 2016 ISISുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി തിരയുന്ന 20 ഇന്ത്യക്കാരുടെ NIA പട്ടികയിൽ അവരുടെ പേരുകളുണ്ട്. അവരോടൊപ്പം മറ്റ് 2 സ്ത്രീകളായ അജ്മല, ഷമാസിയ എന്നിവരെയും പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ പശ്ചാത്തലങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാം. ഈ 6 സ്ത്രീകളിൽ 3 പേർ മുൻപേ മുസ്ലിങ്ങളായിരുന്നു. 2 പേർ ക്രിസ്തു മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒരാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു. നിമിഷ നായർ എന്ന ഈ ഹിന്ദു സ്ത്രീയെ പലപ്പോഴും ലവ് ജിഹാദിന്റെ ഇരയായി പരാമർശിക്കാറുണ്ട്. എന്നാൽ അവരുടെ ഭർത്താവ് ആരായിരുന്നു? അവരുടെ ഭർത്താവ് ഈസ ആദ്യം ക്രിസ്ത്യാനിയായിരുന്ന ബെക്സൺ വിൻസെന്റ് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു. ഇത് ലവ് ജിഹാദിന്റെ കേസല്ല, മറിച്ച് മതപരമായ തീവ്രവാദത്തിന്റെ കേസായിരുന്നു. 2020 ഈ സ്ത്രീകളിൽ 3 പേർ, നിമിഷ, സോണിയ, റഫിയാല, ഒരു അഫ്ഗാൻ ജയിലിൽ നിന്ന് വീഡിയോ അഭിമുഖങ്ങൾ നൽകി. സ്ട്രാറ്റ് ന്യൂസ് ഗ്ലോബലിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഈ അഭിമുഖങ്ങൾ കാണാൻ കഴിയും. ഇത് കേരള സ്റ്റോറി എന്ന സിനിമ ചില സ്ത്രീകൾ നിരപരാധികളായ ഇരകളായിരുന്നുവെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ സ്ത്രീകളുടെ യഥാർത്ഥ വീഡിയോകൾ നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒന്ന് കാണാൻ കഴിയും. അവരിൽ പലരും ഇപ്പോഴും അവർ പിന്തുടർന്ന തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിൽ ശക്തമായി വിശ്വസിക്കുന്നു. തീവ്രവാദം ഒരു ഗുരുതരമായ പ്രശ്നമാണെന്ന് വ്യക്തമാണ്. ഇന്റർനെറ്റിന്റെ ഉയർച്ചയോടെ തീവ്രവാദ ഗ്രൂപ്പുകൾ അവരുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പുതിയ വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. 2019 ISIS എൻക്രിപ്റ്റ് ചെയ്ത പ്ലാറ്റ്ഫോമുകളും ഡാർക്ക് വെബും ഉപയോഗിച്ച ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഈ പ്രശ്നം എത്രത്തോളം വ്യാപകമാണ്? കേരളത്തിൽ നിന്നുള്ള 32,000 സ്ത്രീകൾ ഇതിന് ഇരയായിട്ടുണ്ടെന്ന് ചിത്രം അവകാശപ്പെടുന്നു. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ 2020 റിപ്പോർട്ട് പറയുന്നത് 66 ഇന്ത്യൻ വംശജരായ വ്യക്തികൾക്ക് മാത്രമേ ISISുമായി ബന്ധമുള്ളൂ എന്നാണ്. 2018 സ്ട്രാറ്റ് ന്യൂസ് ഗ്ലോബൽ റിപ്പോർട്ട് ഈ സംഖ്യ ഏകദേശം 60 ആണെന്ന് കണക്കാക്കി. ഈ 60 പേരിൽ ഏകദേശം 13 പേർ സ്ത്രീകളായിരുന്നു. കേരളത്തിൽ നിന്നോ വെറും 6 പേർ. ഈ 6 പേരിൽ എത്ര പേർ മറ്റ് മതങ്ങളിൽ നിന്ന് മതം മാറിയവരാണ്? 3 പേർ മാത്രം, 2 ക്രിസ്ത്യാനികളും 1 ഹിന്ദുവും. അപ്പോൾ വാസ്തവത്തിൽ സിനിമയിൽ കാണിച്ചിരിക്കുന്ന സംഭവങ്ങൾ 3 മതം മാറിയ സ്ത്രീകൾക്ക് മാത്രമാണ് സംഭവിച്ചത്. എന്നാൽ 32,000 സ്ത്രീകൾക്ക് ഒരേ വിധി നേരിടേണ്ടി വന്നുവെന്ന് ചിത്രം അവകാശപ്പെടുന്നു. ഇതൊരു വലിയ അതിശയോക്തിയാണ്. ഇത്രയും വലിയ സംഖ്യ കേൾക്കുമ്പോൾ 32,000 അല്ലെങ്കിലും കുറഞ്ഞത് ആയിരക്കണക്കിന് സ്ത്രീകളെയെങ്കിലും ബാധിച്ചിട്ടുണ്ടാകാമെന്ന് ആളുകൾ അനുമാനിക്കുന്നു. എന്നാൽ സത്യം 3 സ്ത്രീകൾ മാത്രമാണ്. കേരളത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. 3 കേസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം മുഴുവൻ നെഗറ്റീവായി ചിത്രീകരിച്ചു. 32,000 എന്ന നമ്പർ എവിടെ നിന്ന് ലഭിച്ചുവെന്ന് ചലച്ചിത്രകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം നൽകുന്നത് ഒഴിവാക്കി. ആൾട്ട് ന്യൂസിനോട് സംസാരിക്കുമ്പോൾ ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമേ തന്റെ ഉറവിടങ്ങൾ വെളിപ്പെടുത്തൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ജെഎൻയുവിൽ നടന്ന ഒരു സ്ക്രീനിങ്ങിൽ 32,000 എന്നത് ഒരു റാൻഡം നമ്പർ മാത്രമാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. പിന്നീട് പ്രശ്നം കോടതിയിലെത്തിയപ്പോൾ അദ്ദേഹം സിനിമയുടെ വിവരണത്തിൽ നിന്ന് നമ്പർ നീക്കം ചെയ്യുകയും 3 എന്നത് പകരം വയ്ക്കുകയും ചെയ്തു. തീവ്രവാദം ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ISISൽ ചേരുന്ന ഏതൊരാളും ഒരു ഭീഷണിയാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ് അത് പരിശോധിക്കേണ്ടതുണ്ട്. ആഗോള സ്ഥിതി വിവര കണക്കുകൾ നോക്കുമ്പോൾ കണക്കുകൾ വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത്. 2016 ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം 66 പേർ ISISൽ സ്വാധീനിക്കപ്പെട്ടു. ഇപ്പോൾ ഇത് മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ നിന്ന് 7,000, റഷ്യയിൽ നിന്ന് 2,500, ഫ്രാൻസിൽ നിന്ന് 1,700, ജർമ്മനിയിൽ നിന്ന് 760, UK നിന്ന് 700. ഈ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യയേക്കാൾ ചെറിയ ജനസംഖ്യയാണുള്ളത്. എന്നിട്ടും അവയിൽ നിന്നുള്ള ISIS റിക്രൂട്ട്മെൻറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സിനിമയിൽ ഇതൊന്നും കാണിച്ചിട്ടില്ല. ഈ വസ്തുതകളെ ചോദ്യം ചെയ്യുന്നതിന് പകരം സ്വന്തം രാജ്യത്തിൻ്റെ ഒരു ഭാഗം അപകീർത്തിപ്പെടുത്തുന്നത് കാണുന്നതിൽ ചിലർ സന്തോഷിക്കുന്നതായി തോന്നുന്നു. ORFൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് എടുത്തു കാണിച്ചത് എന്തുകൊണ്ടാണ് ഇത്രയധികം കുറച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ ISISൽ ചേർന്നതെന്ന് വിദഗ്ധർ പലപ്പോഴും ചോദിക്കാറുണ്ടെന്നുള്ളതാണ്. കാരണങ്ങൾ വ്യക്തമാണ്. ഒന്നാമതായി, ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ഓപ്പറേഷൻ PGNനെ കുറിച്ച് പലർക്കും അറിയില്ല. അതിൽ NIAയും IBയും 350 ദുർബലരായ മലയാളി യുവാക്കളെ തിരിച്ചറിഞ്ഞ് തീവ്രവാദത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി ഒരു ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം നടത്തി. ഇതൊരു വലിയ വിജയമായിരുന്നു. എന്നിരുന്നാലും അത്തരം ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നതിന് പകരം പ്രധാനമന്ത്രി തന്റെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ വ്യാജങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമയെ പ്രമോട്ട് ചെയ്തു. ISISനെതിരായി ഇന്ത്യയുടെ വിജയകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നു. പകരം ഒരു പ്രചാരണ സിനിമ എടുത്തു കാണിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു.
പക്ഷേ കേരളത്തിൻ്റെ യഥാർത്ഥ കഥ അഭിമാനിക്കേണ്ട ഒന്നാണ്. മറ്റ് പല സ്ഥലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ മാത്രമേ ISISൽ ചേർന്നിട്ടുള്ളൂ. കേരളം വൈവിധ്യത്തിൽ ഐക്യത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ ഐക്യത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മൊത്തത്തിലുള്ള മനുഷ്യ വികസനം എന്നിങ്ങനെ ഒന്നിലധികം കാര്യങ്ങളിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്താനുള്ള ഒരു കാരണമാണിത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ചില ഗ്രൂപ്പുകൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വിഭജിക്കാൻ തെറ്റായ കഥകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പരസ്പരം വെറുക്കാൻ തുടങ്ങുമ്പോൾ ചില രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം. എമ്പുരാൻ ഒരു സിനിമയായി കാണുക. ഇത് കേരള സ്റ്റോറി അംഗീകരിക്കാമെങ്കിൽ എമ്പുരാൻ എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? തീരുമാനങ്ങൾ എപ്പോഴും ഒരുപോലെയാവട്ടെ. ഭയം, വിദ്വേഷം, അക്രമം എന്നിവ താൽക്കാലിക വിജയം കൈവരിച്ചേക്കാം. പക്ഷേ ഇന്ത്യ ഇതിലും വലിയ വെല്ലുവിളികളെ അതിജീവിച്ചു. ഈ രാജ്യത്തെ ആരെങ്കിലും വിഭജിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവിടുത്തെ ജനങ്ങൾ കൂടുതൽ ശക്തമായി ഒന്നിച്ചവരാണ്. ആ ഓർമ്മപ്പെടുത്തലോടെ എമ്പുരാൻ സിനിമയിലെ പ്രവർത്തകരെ കുറ്റപ്പെടുത്താതെ ആ സിനിമയായി മാത്രം കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.